ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഇച്ചിരി തിരക്കുള്ളൊരു ദിവസമാണ്. നമ്മുടെ ടെറസിൽ നിന്ന് റൂഫ് ഷീറ്റ് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ നമ്മുടെ പാരപ്പിറ്റിൽ കമ്പിയുടെ പൈപ്പ് അടിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി വർക്ക് ചെയ്യാൻ പോകണം. അപ്പം നമ്മുടെ കോൺട്രാക്ടർ ചേട്ടനോട് തന്നെ ചോദിക്കാം നമുക്ക് എത്ര ഷീറ്റ് വേണമെന്ന്. 14 അടി ഷീറ്റ് 4 എണ്ണം, അതായത് 4 മീറ്റർ. 14 അടി ഷീറ്റ് 4 മീറ്റർ, 1 മീറ്റർ വീതിയുള്ള ഷീറ്റാണ്. ഓക്കെ 4 എണ്ണം. ഓക്കെ, എന്ത് ഷീറ്റാ? JSWന്റെ റൂഫിംഗ് ഷീറ്റ്, മറ്റേ 40. ഓക്കെ, അതിന് ഗേജാണ്. ഓക്കെ, അപ്പം ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇത് കംപ്ലീറ്റ് ചെയ്യാനൊരു 5 hours എടുക്കും. 5 hours എടുക്കും. ഓക്കെ, ഏകദേശം 9:30 മണിയായപ്പോഴാണ് ഇവർ പണിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 9:45 കൂടിയിട്ടൊക്കെ ഇവരുടെ ആയുധങ്ങളെല്ലാം നിരത്തി വെച്ച് ഇവർ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിൽ നമ്മുടെ തലയിൽ കുത്തുന്ന ഒരു സമയം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ജോലി കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോയുടെ അവസാനം പറയാം. നല്ല ഉത്സാഹവും പണിമെടുക്കുമുള്ള 2 ഭായിമാരായിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ 1 മിനിറ്റ് പോലും വെറുതെ കളഞ്ഞിട്ടില്ല. 11 മണിയായപ്പോൾ കാപ്പി കുടിക്കാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ജോലിക്ക് തിരിച്ചു കയറുകയും ചെയ്തു. വെയിൽ അപ്പോഴത്തേക്കും മൂർച്ച കൂടി വരുന്നുണ്ടായിരുന്നു. വെയിലിൻ്റെ ആക്രമണം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവർക്ക് അവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റാതെയായി. അപ്പോൾ അവർക്ക് വേറൊരു ചെറിയ ജോലി കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്റ്റോർ ഹൗസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വൈറ്റ് വാഷ് ഒക്കെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് കമ്പി അടിക്കാനുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ അതാണ് ചെയ്തത്. രണ്ട് മണിയായപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ അവർ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. Okay, start. പഠിച്ചോട്ടെ, പഠിച്ചോ.
കല്ലിന്റെ ജോയിന്റ് ആവാതെ നോക്കണേ. ജോയിന്റ് ആയതുകൊണ്ട് ആലസ്യപ്പെട്ട് വീഴുക നമ്മൾ കേട്ടിട്ടില്ല. റൂമിൽ ചെല്ലുകയാണെങ്കിൽ 100 ആകുന്നല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ജോലി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു വീതിക്ക് 2 സൈഡിലായിട്ടായിരുന്നു നമുക്കൊരു സ്റ്റാൻഡ് പോലെ വെക്കേണ്ടതുണ്ടായിരുന്നത്. അപ്പോൾ അവരത് എളുപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ സാധനങ്ങളെല്ലാം പിറക്കി കെട്ടിയിട്ട് നമുക്ക് വീണ്ടും റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പണി കഴിഞ്ഞ് നമ്മൾ റൂഫ് ടോപ്പിൽ എത്തിയപ്പോഴത്തേക്കും അത് വെയിലൊക്കെ ഏകദേശം മങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നിന്ന് പണിയാൻ അവർക്ക് എളുപ്പമുണ്ടായിരുന്നു. പാരപ്പറ്റേ താഴെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് റൂഫിൻ്റെ മണ്ടയിൽ കയറുമെന്ന് വീഡിയോ എടുക്കണമെന്ന്. കിട്ടിയ ചാൻസിന് ഞാൻ വേഗം കയറി പോന്നിരിക്കുകയാണ്. ഒരു ആവേശത്തിന് ഇങ്ങോട്ട് കയറി പോന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ സമയം വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ തിരിച്ചിറങ്ങാൻ ഇച്ചിരി പാടായിരുന്നു. എന്റെ ഞാനപ്പം എടുത്ത് മറ്റേ ഇതില് അല്ല തുക ഒരു ഹായ് പറയൂ. ഹായ്. അങ്ങനെ നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ സ്വന്തം വീടിൻ്റെ റൂഫ് ടോപ്പിൽ ഒന്ന് വരാൻ വേണ്ടി പറ്റി. താങ്ക് യു. ജോലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ റൂഫിൻ്റെ അതേ കളറായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ടൈലിൻ്റെ കളർ ഏകദേശം മങ്ങിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. അകത്ത് നിന്ന് നോക്കുമ്പോഴും സംഭവം പെർഫെക്റ്റ് ആണ്. വർക്കൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് പെയിൻ്റ് അടിച്ച് ഭിത്തിയൊക്കെ ഒന്ന് ശരിയാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും പറഞ്ഞ സമയത്ത് തന്നെ ജോലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. ബൈ, നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞേ. റിയാസ്, അബ്ദുള്ള. चैनल सब्सक्राइब चैनल सब्सक्राइब करेगा भाई, लाइक करेगा, शेयर करेगा. या ओके.
ലോകം മുഴുവൻ അറിയും. ഓക്കെ